അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഷെഫ് മറ്റാരുമല്ല, അമ്മമ്മയാണ്, ചേട്ടന്റെ അമ്മമ്മയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ഡിഷിന്റെ പേരാണ് പത്രിക ബജി. അമ്മമ്മ ഒരു ഗുജറാത്തി മലയാളിയാണ്. അപ്പൊ അമ്മമ്മ കുറെ ഗുജറാത്തി ഡിഷസ് പ്രിപ്പയർ ചെയ്യും. അതിൽ എന്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ ഇത്. ഗുജറാത്തിയിൽ എന്തെങ്കിലും പറയോ? രണ്ടു വാക്ക്. സൂച്ചേ. സൂച പറഞ്ഞതാ എന്താണ്? പിന്നെ സാധുച്ചേ നല്ല ഇത് ഫേമസാ അവിടെ. എങ്ങനെയെന്നറിയോ? പീസ് ചെയ്യും. പീസ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇത് ജോയിന്റ് ചെയ്തിട്ട് വറുത്തെടുക്കും. നമ്മൾ എന്താ പുഴുങ്ങി വറക്കണം എന്നറിയോ? വെളിച്ചെണ്ണ നമുക്ക് ശരീരത്തിലെ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമ്മളത് പുഴുങ്ങി. അപ്പൊ അമ്മമ്മ നമ്മുടെ കുക്കിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ശർക്കര ചീവിയത്, പിന്നെ പുളിവെള്ളം, ഇതെല്ലാം വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കടലമാവ്. കടലമാവിലേക്ക് ശർക്കര ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ സോഡ പൗഡർ, ആൻറ്റി പുളിവെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. സ്ലോലി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആവും കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇലകളാണിത്. നീലച്ചേമ്പ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. എല്ലായിടത്തും സുലഭമല്ല. അപ്പം അങ്ങനെ ആ നീലച്ചേമ്പ് എടുത്ത് അതിൻ്റെ നാര് കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. അതിന് മുകളിൽ നമ്മൾ ഓരോ ലെയറായിട്ട് മസാല പരട്ടി ഇതിൽ കണ്ട പോലെ പരട്ടി നമ്മളതിനെ റോൾ ചെയ്തെടുക്കുകയാണ്. ഓരോ റോളിലും നമ്മൾ മസാല ഇങ്ങനെ കവർ ചെയ്തിട്ട് സൈഡ്സിൽ കംപ്ലീറ്റ് ഈ മസാല ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പുറത്ത് വേണ്ട, ബട്ട് സൈഡ്സിൽ വേണം. അങ്ങനെ നമ്മൾ 2 റോള് നമുക്കുണ്ടായിരുന്നു. 2 നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത് നമുക്ക് ഇനി വേവിക്കണം. നമുക്കിത് വേവിച്ചിട്ട് അങ്ങനെയും മുറിച്ച് ഇപ്പം ഇതുപോലെ കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എണ്ണയിലിട്ട് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും സൂപ്പർ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.